റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറഞ്ഞത് ഇഹ്യാ ഉലൂമുദ്ദീൻ എഴുതിയത് കൊണ്ട് സ്വർഗം കിട്ടി എന്ന് പറഞ്ഞില്ല, നൂറുകണക്കിന് തന്റെ ഗ്രന്ഥങ്ങളുടെ പേരിൽ അല്ലാഹു തആല ആദരിച്ചു എന്ന് പറഞ്ഞില്ല. അള്ളാഹു ആദരിച്ചതിനെ പറ്റി പറഞ്ഞെന്താ, ഞാൻ ഒരിക്കൽ കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, ആ കിതാബിന്റെ പേര് സഹിതം പറയപ്പെടാറുണ്ട്, ഞാൻ മറന്നുപോയി, എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കലം മഷിയിൽ മുക്കിയിട്ട് എഴുതാൻ പോകുമ്പോൾ ഒരു പ്രാണി ആ കലമിൽ വന്നിരുന്നു. എന്നിട്ട് ആ മഷി കുടിക്കാൻ തുടങ്ങിയത്. അത് കുടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആ കലം അനങ്ങാതെ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. ആ പ്രാണി കുടിച്ച് തീരട്ടെ, അതിന്റെ വിശപ്പടക്കാൻ വേണ്ടിയാണല്ലോ അത് ഈ കലമിൽ നിന്ന് ഈ മഷി കുടിക്കുന്നത്, അതുകൊണ്ട് അത് കുടിച്ചു തീരട്ടെ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നിശബ്ദമായിട്ടിരുന്നു. ആ മഷി ആവോളം കുടിച്ചിട്ട് ആ പ്രാണി പറന്നു പോകുന്നത് വരെ ഞാൻ ആ കലം അനക്കാതെ പിടിച്ചിരുന്നു. ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായി അല്ലാഹു സ്വീകരിച്ചു. ഇത് കാരണം അല്ലാഹു എന്നെ ആദരിച്ചു. നോർത്തു നോക്കിയേ, ദാഹിച്ച നായയ്ക്ക് വെള്ളം കൊടുത്ത സ്ത്രീക്ക് സ്വർഗം കിട്ടുമെന്നും പൂച്ചയെ കെട്ടിയിട്ടിട്ട് ഇബാദത്ത് ചെയ്ത സ്ത്രീ നരകത്തിൽ പോകുമെന്നും പഠിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രമായി. അതുകൊണ്ട് കരുണ അത് മനുഷ്യരോടാവുമ്പം എത്ര ആദരിക്കപ്പെടുന്ന കാര്യമാണ്. കാരുണ്യം മനുഷ്യരോട് ചെയ്യുമ്പോൾ എത്ര ആദരിക്കപ്പെടുന്ന കാര്യമാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയെത്ര പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ് നിർധനരെയും നിസ്സഹായരെയും സഹായിക്കൽ, പാവങ്ങളെ സഹായിക്കൽ, രോഗികളെ സഹായിക്കൽ. നിങ്ങളുടെ രോഗികളുടെ രോഗം സദഖ കൊണ്ട് മാറ്റുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്വലാത്തൊന്ന് ചൊല്ലിക്കോ, സ്വലാത്തിനോടുള്ള ഒരു ആവേശക്കുറവ് അതങ്ങ് ചൊല്ലിക്കോ മക്കളെ. നമ്മുടെ രക്ഷയാണ് മുഹമ്മദ് മുസ്തഫ. പോരാ ഇന്ദപ്പനക്കുലകളുടെയും മുന്തിരിപ്പൂവള്ളികളുടെയും ശീതളച്ചായയിൽ പരിലസിക്കുന്ന മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തെ കോടാനുകോടി വിശ്വാസികളുടെ ജീവന്റെ തുടിപ്പായ കരളിന്റെ കാതലായ ചങ്കിലച്ചോരയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഒരു കടലിരമ്പും പോലെ സ്വലാത്താ ഞാൻ പ്രതീക്ഷിച്ചത്. മൽഹറുല്ലത്തമായ മുഹമ്മദ് മുസ്തഫ, സ്വാദിഖുൽ മസ്ദൂഖായ മുഹമ്മദ് മുസ്തഫ, ഷഫീഉൽ മുദ്നിബീൻ മുഹമ്മദ് മുസ്തഫ, സാഹിബുൽ ബുർഹാനി മുഹമ്മദ് മുസ്തഫ, മുഹബ്ബിബ് ജിഹാത്തിൽ അദാലത്തി മുഹമ്മദ് മുസ്തഫ, വഖാതമു ഫസ്ർ റിസാലത്തി മുഹമ്മദ് മുസ്തഫ, മർകസു ദായിറത്തുൽ ഫുതുവത്തി മുഹമ്മദ് മുസ്തഫ, വബദറു സമാഇൻ നുബുവത്തി മുഹമ്മദ് മുസ്തഫ, റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ, റാഹത്തുൽ ആശിഖീൻ മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ കടലായ മുഹമ്മദ് മുസ്തഫ, പ്രപഞ്ചത്തിന്റെ ഉടലായ മുഹമ്മദ് മുസ്തഫ, വിശ്വമാനവീകതയുടെ വിമോചകനായ മുഹമ്മദ് മുസ്തഫ, ലോകത്ത് അടിച്ചമർത്തപ്പെടുന്ന സർവ്വ പോരാളികളുടെയും സർവ്വവിമോചന പോരാളികളുടെയും ആവേശമായ, ലോകത്തെ കോടാനുകോടി മർദ്ദികളുടെ പ്രതീക്ഷയായ, ലോകത്തിന്റെ മൊത്തം വിജയത്തിന്റെ പ്രതീക്ഷയായ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് റസൂലുള്ളാഹിയെ മൗത്താകുന്നതിന് മുമ്പ് കാണാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ. കൽബ് കഴുകി വൃത്തിയാക്കിയാലേ റസൂലുള്ളാഹിയെ കാണാൻ പറ്റുള്ളൂ. കൽബ് എങ്ങനെയാ കഴുകി വൃത്തിയാക്കുന്നത്? കൽബിലുള്ളതൊക്കെ പുറത്തെടുക്കണം. കൽബൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണല്ലോ, അസൂയ, കുശുമ്പ്, ദുരാഗ്രഹം, ഇങ്ങനെ കെട്ടിമറിയ എന്തൊക്കെ കാര്യങ്ങളാ കൽബിനെ ഇങ്ങനെ കീഴടക്കിയിരിക്കുന്ന ദുരഭിമാനം, അഹങ്കാരം എല്ലാം ഇങ്ങനെ ഞാനെന്ന ഭാവം, ഞാൻ ആരാന്നറിയാവോ? ദേഷ്യം വരുമ്പോഴൊക്കെ നമ്മളിങ്ങനെ മുഖത്ത് വരലിച്ചുകൊണ്ട് ഞാൻ ആരാന്ന് നിനക്കറിയാവോ? അറിയാം. ആരാ? ഒരു തുള്ളി ബീജം, ഒരൊറ്റ തുള്ളി ബീജം. ഈ കാറ്റങ്ങ് പോയാലോ തീർന്നു. അല്ലാഹു തആല നമ്മളെല്ലാം ഈമാനോടെ മൗത്താക്കട്ടെ. അല്ലാഹു അല്ലാത്ത എല്ലാത്തിനെയും പുറത്തു നിർത്തണം. പുറത്തു നിർത്തിയിട്ട് പടച്ചവനെ മാത്രം അകത്തേക്ക് കയറ്റണം. അങ്ങനെ പടച്ചവനെ മാത്രം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രം അകത്തേക്ക് കയറിയാൽ വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് ആര് ഭരമേൽപ്പിക്കുന്നുവോ, ആര് പടച്ചവനിലെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന് മതിയായവനാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്